നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ കീഴിൽ അനുവദിച്ചിട്ടുള്ള ലാബുകളുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി അന്വേഷിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിനെ ചുമതലപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച വിശദമായ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസിനും സെൻട്രൽ വിജിലൻസ് ഡയറക്ടർക്കും ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിനും പരാതിക്കാരൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മേൽ നടപടികൾ പുരോഗമിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് നൽകിയ പരാതിയിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണർക്കും DGPക്കും നൽകിയ പരാതികളിന്മേൽ നടപടികൾ ഉടനെടുക്കുമെന്നാണ് അറിയുന്നത്. വിവിധ ആശുപത്രികളിൽ RGCB ലാബുകൾ ആരംഭിച്ചതിന് പിന്നിൽ 300 കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരിൽ നിന്നും ആയിരങ്ങൾ കോഴ വാങ്ങിയും ലാബ് അനുവദിക്കുന്നതിന് സ്വകാര്യ കമ്പനികളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയുമാണ് അഴിമതി നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് കർമ്മ ന്യൂസ് ടീമാണ്. ഇതേ തുടർന്ന് RGCBയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കള്ളപ്പരാതികൾ നൽകിയും മാനനഷ്ടം സംഭവിച്ചെന്ന വ്യാജ പരാതി നൽകിയുമൊക്കെയാണ് പീഡനം തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് RGCBയുടെ മെഡിക്കൽ കോളേജ് ലാബിന്റെ ചിത്രങ്ങൾ പകർത്തിയതിനും വ്യാജ പരാതി മെഡിക്കൽ കോളേജ് പോലീസിൽ നൽകിയിട്ടുണ്ട്. കോടികളുടെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന RGCB ലാബിന്റെ ചിത്രങ്ങൾ എടുക്കുന്നത് നിരോധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പൊതുസ്ഥാപനമാണത്. അതിന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിന് നിയമപരമായി യാതൊരു തെറ്റുമില്ലെന്നിരിക്കെയാണ് ആ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയുടെ ചിത്രം പകർത്തിയെന്ന പേരിൽ RGCBക്കാരുടെ വ്യാജ പരാതി വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് RGCBയിലെ സെക്യൂരിറ്റി വിങ്ങിന്റെ ചീഫായ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവിധ പോലീസ് സ്റ്റേഷനുകൾ വഴി കർമ്മ ന്യൂസിനെതിരെ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ RGCBയുടെ കീഴിലുള്ള ലാബുകൾ രോഗികളെ പിഴിയുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നുമുണ്ട്. കൂടാതെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ലാബിനെതിരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. കരാർ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നാണ് പരാതി. മെഡിക്കൽ കോളേജിലെ ലാബുകളിൽ നടത്തുന്ന ടെസ്റ്റുകളെല്ലാം വൻതുക ഈടാക്കിയും രോഗികളെ പിഴിഞ്ഞുമാണ്. മാസങ്ങൾക്ക് മുൻപ് ഇതേ കാരണം ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി ലാബിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഉന്നത ഇടപെടലുകൾ നടത്തിയാണ് ലാബ് തുറന്നത്. അടുത്ത ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ കർശന ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ ലാബിനെതിരെ നൽകിയിട്ടുള്ള പരാതികൾ പരിഗണിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിലെ മറ്റുദ്യോഗസ്ഥർ ലാബിനെതിരെ മന്ത്രിതലത്തിൽ നടപടികൾക്കൊരുങ്ങുന്നുണ്ട്. RGCBയിൽ ഈ ലാബുകൾ നടത്തുന്നതിനായി നിയമിതനായിരിക്കുന്ന ഉദ്യോഗസ്ഥർ സ്റ്റാമ്പ് കുംഭകോണത്തിന് പിടിക്കപ്പെട്ടയാളാണ്. സംസ്ഥാന സർക്കാർ നടപടിയെടുത്ത ഇയാളെ RGCBയിലെ അഴിമതിക്കാർ ലാബിന്റെ ചുമതലക്കാരനാക്കുകയായിരുന്നു. മുദ്രപത്ര ഇടപാടിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ പദ്ധതിയുടെ പ്രോജക്ട് അഡ്വൈസറായി നിയമിച്ചിരിക്കുന്നത് തന്നെ അഴിമതി നടത്താൻ വേണ്ടിയാണ്. മുദ്രപത്ര ഇടപാടുമായി ബന്ധപ്പെട്ട് 11 കോടിയുടെ വെട്ടിപ്പാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. സ്റ്റാമ്പ് ഇടപാട് അഴിമതിയെ തുടർന്ന് ഇദ്ദേഹത്തെ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും സാമൂഹ്യക്ഷേമ മിഷൻ കോർഡിനേറ്ററായി മാറ്റി നിയമിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കടുത്ത എതിർപ്പിനെ തുടർന്ന് നടപ്പായില്ല. ഇതിനുശേഷമാണ് രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രത്തിൽ ലക്ഷങ്ങൾ ശമ്പളം നൽകിക്കൊണ്ട് പ്രോജക്ട് അഡ്വൈസറായി നിയമിച്ചത്. ഇയാളുടെ പ്രോജക്ട് അഡ്വൈസർ നിയമനത്തിന് പിന്നിൽ രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക ഡയറക്ടർ, മാനേജർ എന്നിവർക്കും പങ്കുണ്ടെന്ന് ആക്ഷേപമുണ്ട്. ഇദ്ദേഹമാണ് ലാബുകളിൽ ജീവനക്കാരുടെ നിയമനം നടത്തുന്നത്. ലക്ഷങ്ങൾ വാങ്ങി ഇഷ്ടക്കാരെയും പിന്മാതിൽ നിയമനവും നടത്തലാണ് പ്രധാന ഉദ്ദേശമെന്ന് ലാബ് ടെക്നീഷ്യൻ ജോലിക്കായി അഭിമുഖത്തിൽ പങ്കെടുത്തവർ പറയുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടില്ലാത്തവരും ലാബുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ ഇത്തരം ലാബുകളിൽ നിന്ന് ലഭിക്കുന്ന പരിശോധനകളുടെ റിസൾട്ടുകൾ ശരിയല്ലെന്ന വ്യാപക പരാതി ആശുപത്രികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ലാബുകളിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിന് ലക്ഷങ്ങൾ കോഴ വാങ്ങുന്നുമുണ്ട്. പിന്മാതിൽ നിയമനത്തിന് വഴിയൊരുക്കുന്നത് രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രത്തിലെ ജനറൽ മാനേജർ അടക്കമുള്ളവരുടെ ജാതി മത ബിനാമി സംഘടനയാണെന്നും ആക്ഷേപമുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും വിവിധ പദ്ധതികൾ ലഭ്യമാക്കുന്നതിന് ഇടനിലക്കാരുമായി RGCB ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട ബന്ധവുമുണ്ട്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രാഥമിക യോഗ്യത പോലും ഇല്ലാത്തവരാണെന്ന പരാതിയും സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത മറച്ചുവെച്ച് സർക്കാരിനെ പറ്റിക്കുന്നവരാണ് അഴിമതിക്കും സ്വജനപക്ഷത്തിനും കൂട്ടുനിൽക്കുന്നത്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ നിയമവിരുദ്ധാനുമതി നേടുന്നതിന് ഇടനിലക്കാർക്ക് കോടികൾ കൊടുക്കുന്നവരും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലുണ്ട്. ഇത്തരക്കാരുടെ ഇടപെടൽ മൂലമാണ് 300 കോടിയുടെ കേന്ദ്ര സർക്കാർ പ്രോജക്റ്റ് ഇപ്പോഴും നടപ്പാക്കാനാകാതെ കുഴങ്ങിയിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ലാബ് പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും ഇതിന്റെ നടത്തിപ്പ് ചുമതല രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക കേന്ദ്രത്തിനാണ്. പരിശോധനകൾ ഫീസ് കുറച്ച് ചെയ്യണമെന്നാണ് വ്യവസ്ഥയെങ്കിലും പ്രയോഗത്തിൽ വന്നിട്ടില്ല. കേന്ദ്ര പദ്ധതി ആയതിനാൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാനാകില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കണമെന്നും അന്വേഷണം നടത്തുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ നൽകുന്നതിന് തയ്യാറാണെന്നും ലാബുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ തന്നെ പറയുന്നു. ജോലി കിട്ടാൻ ലക്ഷങ്ങൾ നൽകേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ളവർ.
കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വഴി ലഭിച്ച കോടികൾ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഇതെല്ലാം കേന്ദ്ര വിജിലൻസ് അന്വേഷിച്ചാൽ പുറത്തു കൊണ്ടുവരാനാകുമെന്നുമാണ് പ്രതീക്ഷ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടക്കുന്ന അഴിമതി കഥകൾ അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം അറിയാമെങ്കിലും ആരും പുറത്തു പറയാറില്ല. എന്നാൽ രഹസ്യമായ വിവരങ്ങൾ നൽകാൻ എല്ലാവരും തയ്യാറുമാണ്. തങ്ങളാണ് വിവരങ്ങൾ പുറത്തു പറഞ്ഞതെന്നറിഞ്ഞാൽ തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും ഇവർ പറയുന്നു. മാതൃകാപരമായ ഒരു സ്ഥാപനത്തെ അഴിമതി കൊണ്ട് കുളിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണ നേതൃത്വം. ഇവരുടെ അഴിമതികൾക്ക് കുടപിടിക്കാൻ സമൂഹത്തിലെ ഉന്നതരെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ അഴിമതി വാർത്തകൾ പോലും മാധ്യമങ്ങൾ മുക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് മുതലുള്ള സ്വജന പക്ഷപാതം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഉന്നത സ്ഥാനീയരുടെ ജാതിക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ പണം നൽകുന്നവർക്കോ വേണ്ടിയാണ് ഇവിടുത്തെ തൂപ്പുജോലി പോലും റിസർവ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ സ്ഥാനത്തിന് അർഹനായ ഒരു സയന്റിസ്റ്റിനെ കള്ളക്കേസിൽ കുടുക്കി സ്ഥാനം നഷ്ടപ്പെടുത്തിയതിന്റെ പിന്നാമ്പുറ കഥകൾ ഭീകരമാണ്. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരെ ഏതു വിധേനയും സ്വാധീനിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു കാര്യം. തലസ്ഥാനത്ത് എന്തു ചെയ്യാനും പോന്ന ഗുണ്ടാ സെറ്റപ്പ് മുതൽ മദ്യം, മദിരാക്ഷി തുടങ്ങിയ പ്രലോഭനങ്ങൾ വേറെയും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മാഫിയ സംഘത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.